നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ 9 വയസ്സുകാരൻ ശസ്ത്രക്രിയക്കിടെ മരിച്ചു. ബേടകം തലേക്കുന്ന് അഷ്റഫ് മുസ്ലിയാരുടെ മകൻ മുഹമ്മദ് ഇയാസ് ആണ് മരിച്ചത്. കാസർഗോഡ് പൈവളികെ കുരുടപ്പദവിൽ ദമ്പതികൾ ക്ഷേത്ര ദർശനത്തിന് പോയ സമയത്ത് വൻ കവർച്ച. മഞ്ചേശ്വരം പോലീസ് അന്വേഷണം തുടങ്ങി. അവിശ്വാസ പ്രമേയത്തിലൂടെ ഉദുമ പഞ്ചായത്ത് നഷ്ടമായി. LDFന് കാസർഗോഡ് ജില്ലയിൽ ഇനി ഭരണം 14 പഞ്ചായത്തുകളിൽ മാത്രം. ബാലാവകാശ കമ്മീഷൻ സിറ്റിംഗ്. കാസർഗോഡ് ജില്ലയിൽ 20 പരാതികൾ തീർപ്പാക്കി. വിദ്യാനഗറിൽ 2 ഗ്രാം MDMAയുമായി യുവാവ് അറസ്റ്റിൽ. പൈക്ക പന്നിപ്പാറ ക്വാർട്ടേഴ്സിലെ മുഹമ്മദ് അഫീഫാണ് പിടിയിലായത്. ചെറുവത്തൂരിൽ ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ ആദ്യ സെമി ഫൈനൽ ഫുട്ബോൾ പ്രേമികൾ കണ്ടത് കൂറ്റൻ LED വാളിൽ. കാൽപന്ത് കളി പ്രദർശനം ആവേശത്തിരയിളക്കി. PFRDA നിയമം പിൻവലിക്കണമെന്ന ആവശ്യം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണം നടത്തി. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ 9 വയസ്സുകാരൻ ശസ്ത്രക്രിയക്കിടെ മരിച്ചു. ബേടകം തലേക്കുന്ന് അഷ്റഫ് മുസ്ലിയാരുടെ മകൻ മുഹമ്മദ് ഇയാസ് ആണ് മരിച്ചത്. കുണ്ടംകുഴി ഗവൺമെന്റ് സ്കൂൾ 4ാം തരം വിദ്യാർത്ഥിയാണ് മുഹമ്മദ് ഇയാസ്. സംഭവത്തിൽ കാസർഗോഡ് ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയക്കിടെ 9 വയസ്സുകാരൻ മരണപ്പെട്ടു. ബേടകം സ്വദേശിയായ അഷ്റഫിന്റെ മകൻ ഇയാസ് ആണ് മരിച്ചത്. ഉദരസംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടിയെ ബുധനാഴ്ച രാവിലെയാണ് ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയത്. പൊക്കിൾ ഭാഗത്തെ അസുഖത്തിന് ചികിത്സ നൽകുന്നതിനായാണ് ശസ്ത്രക്രിയ നടത്തിയതെന്ന് ബന്ധുക്കൾ അറിയിച്ചു. ശസ്ത്രക്രിയക്കായി കുട്ടിക്ക് അരയ്ക്ക് താഴെ ജനറൽ അനസ്തേഷ്യ നൽകിയ ശേഷമാണ് നടപടികൾ ആരംഭിച്ചത്. എന്നാൽ ശസ്ത്രക്രിയക്കിടെ കുട്ടിയുടെ ആരോഗ്യനില വഷളാവുകയും തുടർന്ന് മരണം സംഭവിക്കുകയുമായിരുന്നു. ബേടകം തലേക്കുന്ന് ഹൗസിലെ അഷ്റഫ് മുസ്ലിയാരുടെ മകൻ മുഹമ്മദ് ഇയാസിനെ ഇന്നലെയാണ് ഉദരസംബന്ധമായ ഒരു ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തത്. ഇന്ന് രാവിലെ ചെറിയൊരു ശസ്ത്രക്രിയയാണ് ഞാൻ അറിയാൻ സാധിച്ചത്. ഇന്ന് രാവിലെ ശസ്ത്രക്രിയ കഴിഞ്ഞതിന് ശേഷം കുട്ടിക്ക് ഹൃദയാഘാതമുണ്ടായിട്ടാണ് മരണപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം ഇപ്പോൾ ബന്ധുക്കൾ ആശുപത്രി അധികൃതർ പോലീസിൽ വിവരം അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് കുടുംബാംഗങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ മറ്റു നടപടി പോസ്റ്റ്മോർട്ടം അടക്കമുള്ള മറ്റു നടപടിയിലേക്ക് പോകുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. കുട്ടി മരണപ്പെട്ടതിന് ശേഷമാണ് ആശുപത്രി അധികൃതർ വിവരം അറിയിച്ചതെന്നും ശസ്ത്രക്രിയക്കിടെ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ വ്യക്തമായ വിശദീകരണം ലഭിച്ചിട്ടില്ലെന്നും പിതാവ് അഷ്റഫ് ആരോപിച്ചു. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. അതേസമയം ആശുപത്രി അധികൃതരിൽ നിന്ന് സംഭവത്തിനെക്കുറിച്ചുള്ള ഔദ്യോഗിക വിശദീകരണം ലഭ്യമായിട്ടില്ല. മരണകാരണം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ആരോഗ്യവകുപ്പിന്റെ അന്വേഷണവും പൂർത്തിയായ ശേഷമേ വ്യക്തമാകൂ. സംഭവത്തിൽ കാസർഗോഡ് ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ദമ്പതികൾ ക്ഷേത്ര ദർശനത്തിന് പോയ സമയത്ത് വൻ കവർച്ച. 14 പവനോളം സ്വർണവും പണവും കവർച്ച ചെയ്തു. പൈവളികെ കുരുടപ്പദവിലെ സുബ്രായ സായിയുടെ പരാതിയിൽ മഞ്ചേശ്വരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മാർച്ച് 9-നാണ് കവർച്ച നടന്നതെങ്കിലും പോലീസ് പരാതി സ്വീകരിക്കാത്തതിനെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയതോടെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. കുടുംബം ക്ഷേത്ര ദർശനത്തിനും മക്കൾ കോളേജിലും സ്കൂളിലും പോയ സമയത്ത് വീട്ടിൽ നിന്നും 14 പവനോളം സ്വർണവും 20,000 രൂപയും കവർച്ച പോയതായി പരാതി. പൈവളികെ കുരുടപ്പദവിലെ സുബ്രായ സായയുടെ പരാതിയിൽ മഞ്ചേശ്വരം പോലീസ് കേസെടുത്തു. 2026 മാർച്ച് 9-നും 23-നും ഇടയിലുള്ള സമയത്താണ് കവർച്ച നടന്നതെന്ന് സംശയിക്കുന്നു. പരാതിക്കാരനും ഭാര്യയും കർണാടകയിലെ കുക്കെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നാഗപൂജയ്ക്കായി പോയതായിരുന്നു. മൂത്ത മകൻ കോളേജിലേക്കും ഇളയ കുട്ടികൾ പൈവളികെ സ്കൂളിലേക്കും പോയതായിരുന്നു. ഈ സമയത്ത് വീട്ടിന് സമീപത്താണ് താക്കോൽ സൂക്ഷിച്ചിരുന്നത്. ഇവിടെ നിന്ന് താക്കോൽ കൈക്കലാക്കിയ മോഷ്ടാവ് വീട് തുറന്ന് അകത്തുകയറി ഡയമണ്ട് നെക്ലേസ്, വള, കമ്മൽ, മോതിരം, മാല തുടങ്ങിയ ആഭരണങ്ങളും 20,000 രൂപയും കൈക്കലാക്കുകയായിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നു. 3 മാസം 9, 10, 11 ഈ 3 ദിവസത്തിലായിട്ട് ഇത് നടന്നത്. 9-ാം തീയതി നമ്മൾ 11 മണിക്കാണ് വീട്ടിൽ നിന്ന് പോയത്. ഞാൻ എന്റെ ബിസിനസ് കുട്ടികൾ സ്കൂളിൽ ലീവിട്ട് പോയി. അവിടെ കൂട്ടിട്ട് അവിടെ താക്കോൽ വെച്ചിട്ട് ഉച്ചക്ക് മടങ്ങി വന്നു. അവന് 10-ാം തീയതിയാണ് ഇത് നടന്നത്. ഏകദേശം നടന്നത് 10-ാം തീയതിയാണ്. സ്കൂളിൽ പോയിട്ട് നമുക്ക് എടുത്തത്.
അത് ഗുണത്തുള്ള ആൾ തന്നെ ആയിട്ടുണ്ടാകും. കേസ് നമ്മളെ നോക്കുന്ന ആളായിരിക്കും. 13 പവൻ പൊന്നു പോയിട്ടുണ്ടാകും. പോയി ഏകദേശം 13 പവൻ. പിന്നെ പണം 20,000 മേലെ പോയി. വൈകിയത് 10 ദിവസം ഞാൻ നോക്കുമ്പോ തന്നെ പോയി. എനിക്ക് ഡൗട്ട് ഒന്നുമില്ല, കാണുന്നില്ല. അങ്ങനെ 10 ദിവസം നോക്കുമ്പോ പിന്നെ കടത്തിന്റെ ആവശ്യം നമുക്ക് നമ്മൾ അതിന്റെ നോക്കണ്ട നോക്കുമ്പോൾ പൈസ ഇല്ല. പിന്നെ ഇതില്ല, ഒന്നുമില്ല. പിന്നെ 25-നെയാണ് ഞാൻ ഈ സ്റ്റേഷനിൽ പോയത്. പോലീസ് വന്നിട്ട് അന്വേഷിച്ച് പോയി. ഒന്നും നടപടിയില്ല. 30-ാം തീയതി ഇവയൊക്കെ എഴുതിയിട്ട് കൊടുത്തു സ്റ്റേഷനിൽ. SI വന്ന് പോലീസ് പോയി, നടപടിയില്ല. പിന്നെ 3-ാം തീയതി എന്റെ ഡൗട്ട് ഉണ്ടാവണം ഞാൻ എഴുതിയിട്ട് കൊടുത്തു. അത് വന്നില്ല, എടുത്തില്ല. പിന്നെ ഇലക്ഷൻ വന്നിട്ട് നമുക്ക് നമ്മൾ വിളിക്കാന്ന് എന്നെ ബൈക്ക് അയച്ചു. കഴിഞ്ഞ മാസം 13 ജൂൺ 11 ഞാൻ എന്നെ പോയിട്ട് ബൈക്ക് അപേക്ഷ കൊടുത്തു സ്റ്റേഷനിൽ. SI വന്നിട്ട് എല്ലാ ചക്ക ആക്കിയിട്ട് പോയി. പിന്നെ ഒന്നില്ല, നടപടിയില്ല. പിന്നെ SP ക്ക് കൊടുത്തു. ഈ 13 പോയിട്ട് SP ക്ക് കൊടുത്തു. മോഷണത്തിനു പിന്നിൽ പ്രദേശവാസിയായ ഒരാളെന്ന് സംശയിക്കുന്നതായും പരാതിയിൽ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അവിശ്വാസ പ്രമേയത്തിലൂടെ ഉദുമ പഞ്ചായത്ത് നഷ്ടപ്പെട്ടതോടെ LDF-ന് കാസർഗോഡ് ജില്ലയിൽ ഇനി ഭരണം 14 പഞ്ചായത്തുകളിൽ മാത്രം. പുല്ലൂർ പെരിയ പഞ്ചായത്തിലും അവിശ്വാസ പ്രമേയം കൊണ്ടുവരുവാൻ UDF നീക്കം ആരംഭിച്ചിട്ടുണ്ട്. ഉദുമ പഞ്ചായത്ത് ഭരണം അവിശ്വാസ പ്രമേയത്തിൽ നഷ്ടമായതോടെ ജില്ലയിൽ 15 പഞ്ചായത്തുകളിൽ LDF-നുണ്ടായ ഭരണം 14ആയി ചുരുങ്ങി. പുല്ലൂർ പെരിയ പഞ്ചായത്തിലും അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള ശ്രമം UDF നടത്തുന്നുണ്ട്. പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ LDF-നും UDF-നും 9 വീതവും BJP-ക്ക് 1 അംഗവുമാണുള്ളത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇരു മുന്നണി സ്ഥാനാർത്ഥിക്കും തുല്യ വോട്ടുകൾ ലഭിച്ചതിനാൽ നറുക്കെടുപ്പിലൂടെയാണ് LDF സ്ഥാനാർത്ഥി CPM-ലെ CK സബിത പ്രസിഡന്റായത്. ഇവിടെയും അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത് സംബന്ധിച്ച് UDF ഭരണസമിതി അംഗങ്ങളുടെ യോഗം ചേർന്നതിനു ശേഷമാണ് അന്തിമ തീരുമാനം എടുക്കുക. ജില്ലയിൽ 37 പഞ്ചായത്തുകളിൽ UDF-ന് 17, LDF-ന് 14, BJP 5 എന്നിങ്ങനെയാണ് ഭരണം. ഉദുമ പഞ്ചായത്തിൽ CPM-ന് തുടർഭരണം എന്ന ആശ്വാസം 6 മാസം മാത്രമേ നീണ്ടുനിന്നുള്ളൂ. നറുക്കെടുപ്പിലെ ഭാഗ്യം അവിശ്വാസത്തിൽ തുണയ്ക്കാതെ ആയപ്പോൾ പഞ്ചായത്തിൽ ഭരണം നിലനിർത്താമെന്ന പ്രതീക്ഷ CPM-ന് നഷ്ടമായി. 23 അംഗ ഭരണസമിതിയിൽ UDF-ന് 12 അംഗങ്ങളും LDF-ന് 11 അംഗങ്ങളുമാണുള്ളത്. ന്യൂസ് ബ്യൂറോ, ഉദുമ. ബാലാവകാശ കമ്മീഷൻ കാസർഗോഡ് ജില്ലയിൽ നടത്തിയ സിറ്റിംഗിൽ 20 പരാതികൾ തീർപ്പാക്കി. ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാറിന്റെ അധ്യക്ഷതയിലായിരുന്നു സിറ്റിംഗ്. ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാറിന്റെ അധ്യക്ഷതയിൽ കാസർഗോഡ് കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന സിറ്റിംഗിൽ 20 പരാതികൾ തീർപ്പാക്കി. കമ്മീഷൻ മെമ്പർ KB മോഹൻകുമാറും ഹിയറിംഗ് നടത്തി. കമ്മീഷൻ പരിഗണിച്ച 30 പരാതികളിൽ 20 എണ്ണമാണ് സിറ്റിംഗിൽ തീർപ്പാക്കിയത്. ബാക്കിയുള്ള 10 കേസുകൾ കമ്മീഷന്റെ നിർദ്ദേശങ്ങളും ഉത്തരവുകളും നൽകുന്നതിനായി മാറ്റിവെച്ചു. ചെമ്പരിക്ക GLP സ്കൂളിലെ ചുറ്റുമതിൽ നിർമ്മാണം ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മിച്ചു നൽകാൻ കമ്മീഷൻ ചെമ്മനാട് പഞ്ചായത്ത് സെക്രട്ടറിയോട് നിർദ്ദേശിച്ചു. അതിർക്കുഴി GLP സ്കൂളിന്റെ സ്ഥലം മറ്റൊരു വ്യക്തിക്ക് പതിച്ചു നൽകിയതുമായി ബന്ധപ്പെട്ട പരാതിയിൽ സ്ഥലം അളന്നുതിരിച്ച് സ്കൂളിന് അർഹതപ്പെട്ട സ്ഥലം തിരികെ നൽകിയതായി കാസർഗോഡ് തഹസിൽദാർ റിപ്പോർട്ട് നൽകി. സിറ്റിംഗിൽ റവന്യൂ, പോലീസ്, ആരോഗ്യം, ശിശുസംരക്ഷണം എന്നീ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. 30 കേസുകളാണ് ഇന്ന് കമ്മീഷൻ പരിഗണിച്ചത്. അതിൽ 20 കേസുകൾ തീർപ്പായിട്ടുണ്ട്. ബാക്കി കേസുകൾ 10 നിർദ്ദേശങ്ങൾ അതുപോലെ തന്നെ കമ്മീഷൻ്റെ ഉത്തരവുകൾ നൽകുന്നതിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും ചെമ്പരിക്ക GLP സ്കൂളിലെ കുട്ടികളുടെ ഗ്രൗണ്ട് അതുപോലെ ചുറ്റുമതിൽ കിട്ടുന്നതുമായി ബന്ധപ്പെട്ടത് അത് അടിയന്തരമായി നിർവഹിക്കുന്നതിന് വേണ്ടി അതിൽ തന്നെ ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നു. ആ ഉത്തരവ് അടിയന്തരമായി പാലിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം പഞ്ചായത്ത് സെക്രട്ടറിക്ക് ചെമ്മനാട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിദ്യാനഗറിൽ 2 ഗ്രാം MDMA-യുമായി യുവാവ് അറസ്റ്റിൽ. പൈക്ക പന്നിപ്പാറ ക്വാർട്ടേഴ്സിലെ താമസക്കാരനായ മുഹമ്മദ് അഫീഫിനെയാണ് വിദ്യാനഗർ സബ് ഇൻസ്പെക്ടർ അനൂപ് S-ന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്.
ലഹരിമരുന്നിന്റെ വ്യാപനവും ഉപയോഗവും തടയുന്നതിനായി കേരള പോലീസ് നടപ്പാക്കി വരുന്ന ഓപ്പറേഷൻ തൂഫാൻ പട്രോളിങ്ങിനിടെ 2 ഗ്രാം മാരക മയക്കുമരുന്നായ MDMAയുമായി യുവാവ് പിടിയിലായി. മുട്ടത്തോടി വില്ലേജിൽ ആലമ്പാടി അറഫ ക്വാർട്ടേഴ്സിൽ താമസക്കാരനും നിലവിൽ പൈക്ക പന്നിപ്പാറ ക്വാർട്ടേഴ്സിൽ താമസക്കാരനുമായ മുഹമ്മദ് അഫീഫ് KA യാണ് വിദ്യാനഗർ സബ് ഇൻസ്പെക്ടർ അനൂപ് S-ന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഇന്ദിരാനഗറിലെ കാർ യാർഡിന് സമീപം വിദ്യാനഗർ പോലീസ് പട്രോളിംഗും വാഹന പരിശോധനയും നടത്തുന്നതിനിടെ സ്കൂട്ടറിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ യുവാവിനെ കണ്ടെത്തുകയായിരുന്നു. പോലീസ് സംഘത്തെ കണ്ടതോടെ വാഹനത്തിൽ നിന്നും ഒളിച്ചുമാറാൻ ശ്രമിച്ച ഇയാളെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യുകയും തുടർന്ന് നടത്തിയ പരിശോധനയിൽ ധരിച്ചിരുന്ന ജീൻസിന്റെ പിൻപോക്കറ്റിൽ നിന്നും ചെറിയ സിപ്പ് ലോക്ക് കവറിൽ സൂക്ഷിച്ച നിലയിൽ 2 ഗ്രാം MDMA കണ്ടെത്തുകയായിരുന്നു. പ്രതി സഞ്ചരിച്ച സ്കൂട്ടറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിലെ GS CPO പ്രശാന്ത്, CPO പ്രമോദ് എന്നിവരും പോലീസ് സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കൂറ്റൻ LED വാളിൽ ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ ആദ്യ സെമി ഫൈനലിന്റെ തത്സമയ പ്രദർശനം ആസ്വാദകരിൽ ആവേശത്തിരയിളക്കമുണ്ടാക്കി. ചെറുവത്തൂർ EMS ഓഡിറ്റോറിയത്തിലാണ് സ്പാർക്കും ഗ്രാമപഞ്ചായത്തും ചേർന്നു അർദ്ധരാത്രി കാൽപന്ത് കളി പ്രദർശനമൊരുക്കിയത്. 20 അടി വലിപ്പത്തിലുള്ള LED വാളിന്റെ ദൃശ്യമികവിൽ ലോക ഫുട്ബോൾ മാമാങ്കം ആസ്വദിക്കാൻ 500-ൽ പരം പേർ ചെറുവത്തൂർ EMS സ്മാരക ഓപ്പൺ ഓഡിറ്റോറിയത്തിലെത്തി. സ്പാർക്ക് ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ലോകകപ്പ് തത്സമയ പ്രദർശനത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ്, സ്പെയിൻ എന്നീ ടീമുകൾ തമ്മിൽ നടന്ന ആദ്യ സെമി ഫൈനലാണ് തത്സമയ പ്രദർശനം നടത്തിയത്. കളി കാണാനെത്തിയവർക്ക് സംഘാടകർ ചുക്കുകാപ്പിയും നൽകി. തത്സമയ കളി പ്രദർശനത്തിന് മുമ്പ് കാണികൾക്ക് പെനാൽറ്റി ഷൂട്ടൌട്ടും സംഘടിപ്പിച്ചിരുന്നു. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T നാരായണൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പുതിയ തലമുറ കളിയോട് ലഹരി വേണം, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. മറ്റ് ലഹരികളിലെതിരെ വലിയ പോരാട്ടം നടത്തുന്ന ഒരു ഘട്ടം കൂടിയാണ്. അതുകൊണ്ടാണ് ഓടിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് പുതിയ തലമുറക്ക് കളിയോട് ലഹരി ഉണ്ടാവണം, വായനയോട് ലഹരി ഉണ്ടാവണം. അതിന് ഉതകുന്ന രീതിയിൽ ഇത്തരം പരിപാടികൾക്ക് നമുക്ക് ഉപയോഗപ്രദമാകാൻ കഴിയുമെന്ന് മാത്രമാണ് അവർ സൂചിപ്പിക്കാറുള്ളത്. ചെറുവത്തൂർ സ്പാർക്കിനെ കുറിച്ച് നമുക്കറിയാം. സ്പാർക്ക് ചുരുങ്ങിയ കാലത്ത് പ്രവർത്തനം തുടങ്ങി നമ്മുടെ എല്ലാ മേഖലകളിലും കലാ, കായിക, സാംസ്കാരിക മേഖലകളിലെല്ലാം അടയാളപ്പെടുത്തി അതിൻ്റെതായ അടയാളപ്പെടുത്തൽ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. വളരെ ചെറിയ കാലത്താണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിന് ഈ പ്രവർത്തനത്തിൽ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഇതിൽ ഔപചാരികമായ ഉദ്ഘാടനം വെച്ച് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഭാഗത്ത്. സംഘാടക സമിതി ചെയർമാൻ വീരമണി ചെറുവത്തൂർ അധ്യക്ഷത വഹിച്ചു. പ്രവീൺ പ്രകാശ്, സജീവൻ വെങ്ങാട്ട്, T രാജൻ, മഹേഷ് മണിയറ എന്നിവർ സംസാരിച്ചു. പൊതുജനങ്ങൾക്കായി സംഘടിപ്പിച്ച പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരത്തിൽ CK അലി 1-ാം സ്ഥാനം നേടി. VP ബൽറാം 2-ഉം P സൂരജ് 3-ാം സ്ഥാനവും നേടി. ഡോക്ടർ KV രവീന്ദ്രൻ സമ്മാന വിതരണം നടത്തി. ലൂസേഴ്സ് ഫൈനലും ഫൈനൽ മത്സരങ്ങളും തത്സമയം പ്രദർശിപ്പിക്കുന്നുണ്ട്. എല്ലാ ദിവസവും രാത്രി 9:30-ന് പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം നടത്തുന്നുണ്ട്. ഉറുമേസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പന്തൽ, അലങ്കാരം, ലൈറ്റ് ആൻഡ് സൗണ്ട് രംഗത്തെ പ്രമുഖ സംഘടനയായ കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷന്റെ തൃക്കരിപ്പൂർ മേഖലാ കമ്മിറ്റിക്ക് സ്വന്തമായി ആസ്ഥാന മന്ദിര നിർമ്മാണം പൂർത്തിയായി. നീലേശ്വരം ബ്ലോക്കിലെ 6 പഞ്ചായത്ത് പരിധിയിലുള്ള മേഖലാ കമ്മിറ്റിക്കായി കാലിക്കടവ് തൃക്കരിപ്പൂർ പ്രധാന പാതയോരത്തെ മാണിയാട്ടാണ് ബഹുനില മന്ദിരം ഉയർന്നത്. കാസർഗോഡ് ജില്ലയിലെ 15 മേഖലാ കമ്മിറ്റികളിൽ ഏറ്റവും തെക്കേയറ്റത്ത് പ്രവർത്തിക്കുന്ന തൃക്കരിപ്പൂർ മേഖലയിൽ 70-ൽ പരം അംഗങ്ങളാണുള്ളത്. 3000 ചതുരശ്ര വിസ്തീർണമുള്ള ഇരുനില കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ 250 പേർക്ക് ഇരിപ്പിട സൗകര്യമുള്ള ഹാൾ സംഘടനയുടെ ജില്ലാ കമ്മിറ്റി മുൻ അംഗം ഒളവറയിലെ V ഷാഹുൽ ഹമീദിന്റെ നാമധേയത്തിലാണുള്ളത്. താഴത്തെ നിലയിൽ മേഖലാ കമ്മിറ്റി ഓഫീസ് മുറി, സംഘടനയുടെ മുൻകൈയിൽ രൂപീകരിക്കുന്ന സൊസൈറ്റി ഓഫീസ് മുറി എന്നീ സൗകര്യങ്ങളുണ്ട്. ഈ വർഷം ഒക്ടോബർ 25-ന് മന്ത്രിമാർ, MLA-മാർ, തദ്ദേശ ജനപ്രതിനിധികൾ, കലാകായിക, സാംസ്കാരിക, രാഷ്ട്രീയ സംഘടനാ നേതാക്കളെ പങ്കെടുപ്പിച്ച് വിപുലമായ ചടങ്ങോടെ ഉദ്ഘാടനം നടത്താനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഹയർ ഗുഡ്സ് അസോസിയേഷൻ അംഗങ്ങളുടെ കുടുംബസംഗമം, കലാപരിപാടികൾ എന്നിവ നടക്കും. കെട്ടിടോദ്ഘാടന ചടങ്ങിന്റെ വിജയത്തിനായി സംഘാടക സമിതി രൂപീകരിച്ചു. നടക്കാവ് ശ്രീപ്രഭ മിനി ഹാളിൽ നടന്ന യോഗം ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് മുരളീധരൻ ജവഹർ ഉദ്ഘാടനം ചെയ്തു. ഇത്തരത്തിലുള്ള നേതൃത്വത്തെ നിങ്ങൾക്ക് കിട്ടിയത് തന്നെ തൃക്കരിപ്പൂർ മേഖലയുടെ വലിയ അഭിമാനമായിട്ടാണ് ഞാൻ കാണുന്നത്. നിങ്ങളുടെ കൂട്ടായ്മയുടെ
ഈ ഒത്തുചേരലിന്റെ, നിങ്ങളുടെ നിശ്ചയദാർഢ്യത്തിന്റെ ഒരു രൂപ പോലും കടം വാങ്ങാതെ നിങ്ങൾ ഓരോരുത്തരും നിസ്സീമമായി സഹായിച്ച് നിങ്ങളുടെയൊക്കെ വിയർപ്പിന്റെ വിലയാണ്, വിയർപ്പിന്റെ ഗന്ധമാണ് ആ ബിൽഡിങ്ങിനുള്ളത്. കെട്ടിട നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ പി കുഞ്ഞമ്പു അധ്യക്ഷത വഹിച്ചു. ട്രഷറർ ഫിറോസ് പടിഞ്ഞാർ മുഖ്യാതിഥിയായിരുന്നു. സംഘടനയുടെ ജില്ലാ സെക്രട്ടറിയും നിർമ്മാണ കമ്മിറ്റി കൺവീനറുമായ ഷിബു സെയിൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് സുരേഷ് വെള്ളിക്കോത്ത്, സംസ്ഥാന കമ്മിറ്റി അംഗം എം നാരായണൻ, ജില്ലാ കമ്മിറ്റി അംഗം കെ മധുകുമാർ, തൃക്കരിപ്പൂർ മേഖലാ സെക്രട്ടറി ശശി രാംസൺ, ട്രഷറർ വി ജനാർദ്ദനൻ, വനിതാ വിംഗ് മേഖലാ പ്രസിഡന്റ് ഷൈനി ബിജു എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി പി കുഞ്ഞമ്പുവിനെ ചെയർമാനായും എം നാരായണൻ, എൻ അബ്ദുള്ള എന്നിവരെ വർക്കിംഗ് ചെയർമാൻമാരായും, ഷിബു സെയിനിനെ ജനറൽ കൺവീനറായും, ശശി രാംസൺ, പി സുമേഷ്, സി ഷൈജു എന്നിവരെ ജോയിന്റ് കൺവീനർമാരുമായി 101 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓട്ടോ ടാക്സി ആൻഡ് ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് ഫെഡറേഷൻ CITU ജൂലൈ 24-ന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തും. ഇതിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ വാഹന പ്രചരണ ജാഥ കുമ്പളയിൽ CITU ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ VPP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. ഓട്ടോ ടാക്സി ചാർജ് പുതുക്കി നിശ്ചയിക്കുക, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ് തടയുക, ലേബർ കോഡുകൾ റദ്ദ് ചെയ്യുക, വിലക്കയറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങളുയർത്തി ഓട്ടോ ടാക്സി ആൻഡ് ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് ഫെഡറേഷൻ CITU ജൂലൈ 24-ന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുന്നതിന്റെ പ്രചരണാർത്ഥം കാസർഗോഡ് ജില്ലാ വാഹന പ്രചരണ ജാഥ കുമ്പളയിൽ CITU ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ VPP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞാലിക്കുട്ടിയും സമരം ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിനെതിരെയായിരിക്കും. കേന്ദ്ര സർക്കാരിന്റെ തിരുവനന്തപുരത്തെ പ്രതിനിധിയായ ഗവർണർ താമസിക്കുന്ന രാജ്ഭവനിലേക്കായിരിക്കുമെന്നാണ്. എന്നാൽ 2022-ൽ 100 രൂപയായി പെട്രോളിന്റെ ഡീസലിന്റെ വില മോഡി സർക്കാർ വർദ്ധിപ്പിച്ചപ്പോൾ അന്നത്തെ പ്രതിപക്ഷം സമരം ചെയ്തത് സംസ്ഥാന സർക്കാരിനെതിരെയാണ്. പ്രതിപക്ഷ നേതാവിന്റെ വസതിയിൽ നിന്ന്, ഔദ്യോഗിക വസതിയിൽ നിന്ന് പ്രതിപക്ഷ MLA-മാർ സൈക്കിൾ ചവിട്ടി സമരം. എവിടത്തേക്ക്? നിയമസഭയിലേക്ക്, സംസ്ഥാന നിയമസഭയിലേക്ക്. എന്നിട്ട് പിണറായിയോട് പറയുകയാണ്, ആടെ 100 രൂപ മോഡി സർക്കാർ കൂട്ടിയിട്ടുണ്ട്, ആ 100-ൽ 3 രൂപ നിങ്ങൾക്ക് കിട്ടുന്നതാണ്, ആ 3 രൂപ പിൻവലിക്കണം. 100 രൂപ കൂട്ടിയ മോഡി സർക്കാരിനെതിരെയല്ല സമരം ചെയ്തത്. നിങ്ങൾ ഇപ്പോഴും ഗൂഗിളിൽ നേരത്തെ പറഞ്ഞ പോലെ കാസർഗോട്ട് പണ്ട് BJP-യുടെ മുരളീധരൻ കാളവണ്ടി സമരം ചെയ്തതുപോലെ 2022-ൽ ഈ VD സതീശനും ആളുകളും കൂടിയിട്ട് UDF-ന്റെ MLA-മാർ അന്ന് കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് അസംബ്ലിയിലേക്ക് സൈക്കിൾ ചവിട്ടി പോകുന്ന വീഡിയോ കാണാം. അതിന്റെ ഫോട്ടോയും വാർത്തയും കാണാം. അബ്ബാസ് മൊഗ്രാൽ അധ്യക്ഷത വഹിച്ചു. ജാഥ ലീഡർ K ഉണ്ണിനായർ, മാനേജർ PA റഹ്മാൻ, AR ധന്യവാദ്, വിട്ടൽ റൈ, വിനോദ് V, MC ദിനേശൻ എന്നിവർ സംസാരിച്ചു. P ഇബ്രാഹിം സ്വാഗതം പറഞ്ഞു. ജാഥ 9:30-ന് കാസർഗോഡും 10:30-ന് ബോവിക്കാനം, 11:30-ന് കുണ്ടംകുഴി, 12:30-ന് ഉദുമ, 1:30-ന് കാഞ്ഞങ്ങാട്, 3 മണിക്ക് ഒടയഞ്ചാൽ, 3:30-ന് കാലിച്ചാനടുക്കം, 4:15-ന് നീലേശ്വരം, 5 മണിക്ക് ചെറുവത്തൂർ എന്നിവിടങ്ങളിലെ പ്രയാണങ്ങൾക്ക് ശേഷം വൈകിട്ട് 6:30-ന് തൃക്കരിപ്പൂരിൽ സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഉദ്യോഗാർത്ഥികൾക്കൊരു സുവർണാവസരം. കാസർഗോഡ് ടാറ്റ മോട്ടോഴ്സിൽ മെഗാ വാക്കിംഗ് ഡ്രൈവ് 21, 22 തീയതികളിൽ നടക്കും. ഷോറൂമിലെ വിവിധ പോസ്റ്റുകളിലേക്ക് നടക്കുന്ന അഭിമുഖത്തിൽ ഫ്രഷേഴ്സ് അടക്കമുള്ളവർക്ക് പങ്കെടുക്കാം. സ്വപ്ന കരിയറിലേക്ക് നടന്നു കയറുവാൻ ഉദ്യോഗാർത്ഥികൾക്ക് സുവർണാവസരമൊരുക്കി കാസർഗോഡ് ടാറ്റ മോട്ടോഴ്സ്. ഷോറൂമിൽ മെഗാ വാക്കിംഗ് ഡ്രൈവ് 21, 22 തീയതികളിലായി നടക്കും. കാസർഗോഡ് ചെങ്കളയിലെ ടാറ്റ മോട്ടോഴ്സിലെ വിവിധ വിഭാഗങ്ങളിലായി നിരവധി ഒഴിവുകളിലേക്ക് നടക്കുന്ന അഭിമുഖത്തിൽ ഫ്രഷേഴ്സ് അടക്കമുള്ളവർക്ക് പങ്കെടുക്കാം. മാർക്കറ്റിംഗ് മാനേജർ, ടീം ലീഡർ, സെയിൽസ്, ടെലികോളർ, സെയിൽസ് കോർഡിനേറ്റർ, ഡ്രൈവർ, ബ്രാഞ്ച് മാനേജർ, സെയിൽസ് മാനേജർ, ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് തുടങ്ങിയ ഒഴിവുകളിലേക്കാണ് ഇന്റർവ്യൂ നടക്കുന്നത്. ഏറ്റവും മികച്ച ഒരു തൊഴിലന്വേഷിക്കുന്നവർക്ക് കാസർഗോഡ് ടാറ്റ മോട്ടോഴ്സ് ഈ മെഗാ വാക്കിംഗ് ഡ്രൈവിലൂടെ അവസരങ്ങളുടെ വാതിലാണ് തുറന്നിടുന്നത്. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ 8086022066 എന്ന നമ്പറിലേക്ക് CV അയച്ചു നൽകേണ്ടതാണ്. ഒഴിവുകൾ വിശദീകരിച്ചുകൊണ്ട് സംസാരിക്കവേ ഈ അവസരം എല്ലാ ഉദ്യോഗാർത്ഥികൾ പ്രയോജനപ്പെടുത്തണമെന്ന് ടാറ്റ ഷോറൂമിലെ കസ്റ്റമർ അഡ്വൈസർ സെയിൽസ് ആതിര KCN ന്യൂസിനോട് പറഞ്ഞു.
ഒരു ജോലിക്ക് വേണ്ടി അന്വേഷിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിലിനി വിഷമിക്കേണ്ട, നിങ്ങൾക്കായിതാ ഒരു സുവർണാവസരം. ഈ വരുന്ന ജൂലൈ 21-22 തീയതികളിൽ നടക്കുന്ന മെഗാ വാക്ക് ഇൻ ഡ്രൈവ്, അതും നമ്മുടെ സ്വന്തം KVR ടാറ്റ ഷോറൂമിൽ. അതെന്തൊക്കെ അവസരങ്ങളാണെന്നല്ലേ? ടീം ലീഡർ, മാർക്കറ്റിംഗ് മാനേജർ, ടെലികോളർ, സെയിൽസ് കോർഡിനേറ്റർ, ഡ്രൈവർ, ബ്രാഞ്ച് മാനേജർ, സെയിൽസ് മാനേജർ ആൻഡ് ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ്. അപ്പോൾ ഒരിക്കലും മിസ് ചെയ്യരുത് ജൂലൈ 21-22. ഈ ഒരു അവസരം നിങ്ങളുടെ കരിയറിലേക്കുള്ള ഒരു പുതിയ തുടക്കമാവട്ടെ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. PFRDA നിയമം പിൻവലിക്കണമെന്ന ആവശ്യം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒപ്പ് ശേഖരണം നടത്തി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ PFRDA നിയമം പിൻവലിക്കുക, സാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക, ഫൈനാൻസ് ബിൽ 2025 പിൻവലിക്കുക തുടങ്ങിയ സർവീസ് പെൻഷൻകാരുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള കാസർഗോഡ് ജില്ലയിലെ പെൻഷൻകാരിൽ നിന്നും ശേഖരിച്ച ഒപ്പുകളടങ്ങിയ ഭീമാ ഹർജി രാഷ്ട്രപതിക്ക് സമർപ്പിക്കുന്നതിനായി സംസ്ഥാന പ്രസിഡന്റ് AP ജോസ് ജില്ലാ ഭാരവാഹികളിൽ നിന്ന് ഏറ്റുവാങ്ങി. ജില്ലാ പെൻഷൻ ഭവനിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് ജയറാം പ്രകാശ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് AP ജോസ് ഉദ്ഘാടനം ചെയ്തു. പങ്കാളിത്ത പെൻഷനെതിരെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. 2013 ഏപ്രിൽ മുതൽ കേരളത്തിൽ നടപ്പാക്കിയ പങ്കാളിത്ത പെൻഷൻ അതിനാദ്യമായി എതിർത്തതും ശക്തമായ പ്രതിഷേധ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു പ്രസ്ഥാനമാണ് KSSB. മറ്റു പലരും ധരഞ്ഞ് രംഗത്ത് വരുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ അപകടനില മനസ്സിലാക്കിക്കൊണ്ട് അന്ന് തന്നെ നമ്മൾ സമരപ്രചരണ വാഹനജാഥയും സെക്രട്ടേറിയറ്റിൻ്റെ പടിക്കലെ നിരാകാര സമരവും അങ്ങനെയൊക്കെ നിരവധി സമര പ്രവർത്തനങ്ങൾ നമ്മൾ അന്നേ നടത്തിയിരുന്നു, മറ്റാരും രംഗത്ത് വരാത്ത സമയത്ത് തന്നെ. പക്ഷേ ഇപ്പോൾ സ്ഥിതി കൂടുതൽ ഗുരുതരാവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിയുടെയും നമ്മുടെ ഭരണഘടനയുടെയും ഒക്കെ നഗ്നമായ ലംഘനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സുപ്രീം കോടതി വിധി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പെൻഷൻകാരെ സംബന്ധിച്ച് പരാമർശിച്ചിട്ടുണ്ട്. സംസ്ഥാന കമ്മിറ്റി അംഗം K. സുജാതൻ, മുൻ സംസ്ഥാന ഭാരവാഹികളായ V. കൃഷ്ണൻ, PC. പ്രസന്ന എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി KV. ഗോവിന്ദൻ സ്വാഗതവും ജില്ലാ ട്രഷറർ S. ഗോപാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വ്യത്യസ്ത മേഖലകളിലുള്ളവർക്ക് ആദര സംഗമമൊരുക്കി പാട്ടിലത്ത് ഫൗണ്ടേഷൻ കുടുംബ കൂട്ടായ്മ. പടനയിലും പരിസര പ്രദേശങ്ങളിലും 8 താവടികളുള്ള കുടുംബ കൂട്ടായ്മയുടെ വാർഷിക യോഗത്തിലാണ് മുതിർന്നവർക്കും ഉന്നത വിജയികൾക്കും ആദരവ് നൽകിയത്. കുടുംബത്തിലെ മുതിർന്ന കാരണവരുടെ മകൾ PN ബീഫാത്തുമ ഹജ്ജുമയെ ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു. MCOM പരീക്ഷയിൽ സംസ്ഥാന റാങ്ക് നേടിയ ആയിഷത്തുൽ മുഷബിദയെയും ഖുറാൻ ഹാഫിളുകളെയും ഇക്കഴിഞ്ഞ SSLC +2 പരീക്ഷകളിൽ A+ വിജയികളെയും ക്യാഷ് അവാർഡ് നൽകി അനുമോദിച്ചു. ചെറുവത്തൂർ തേജസ്വിനി ഓഡിറ്റോറിയത്തിൽ അനുമോദന യോഗം പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PC സുബൈദ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ കുടുംബത്തിനകത്തുണ്ട്, എന്നാലോ ഒരുപാട് ജീവിക്കാൻ പോലും നമുക്ക് മാർഗമില്ലാതെ ഒരു ജീവിതം ഒരു ദിവസം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത തരത്തിലേക്ക് സാമ്പത്തികമായി തകർന്നു പോയിട്ടുള്ള പലരും, രോഗം കാരണമായാലും അതുപോലെ തന്നെ ബിസിനസിന്റെ തകർച്ച കാരണമായാലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത കുടുംബങ്ങളുണ്ട്. അപ്പൊ അത്തരം കുടുംബങ്ങളെ കണ്ടറിഞ്ഞുകൊണ്ട് പുറമേ നിന്നുള്ള ആളുകളുടെ സഹായത്തിന് അല്ല, നമുക്ക് തന്നെ സഹായിക്കാം എന്ന തരത്തിലേക്ക് നമ്മുടെ കുടുംബത്തിനകത്തു നിന്ന് തന്നെ അവരെ ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ആ ഒരു വലിയ മനസ്സുണ്ടല്ലോ, അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ കുടുംബ സംഗമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നീട് നമ്മുടെ മക്കള്, ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന നമ്മുടെ മക്കളെ, നമ്മുടെ ഈ കുടുംബത്തിനകത്തെ നമ്മുടെ മക്കൾ, അവരുടെ കുടുംബത്തിനകത്തുള്ള അവരുടെയും അതുപോലെ ആ കുടുംബത്തിനകത്ത് വന്നു ചേരേണ്ടവരുടെയൊക്കെ മക്കളുടെ ഉന്നത വിദ്യാഭ്യാസം, ആ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിനകത്തും വളരെ ജാഗ്രതയോട് കൂടിയിട്ട് തന്നെയാണ് ഈ കുടുംബം, പാട്ടിലത്ത് കുടുംബം മുന്നോട്ട് പോകുന്നത് എന്നുള്ളതും അവരെ ഈ കുടുംബത്തിനകത്ത് എല്ലാവരുടെയും മുൻപിൽ വെച്ച് ആദരിക്കാൻ പറ്റുന്നത്, അനുമോദിക്കാൻ പറ്റുന്നത് ആ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട്, അവരുടെ ഒരു ആത്മവിശ്വാസമുണ്ട്. പഴയ കാലത്തെ പോലെയല്ല,
നമ്മുടെ ഒക്കെ മക്കൾ ഇന്ന് പഠിക്കുകയാണ്. പഠന എന്ന് പറയുന്നത് ഒരു കാലത്ത് വീട്ടുമുറ്റത്ത് സ്കൂൾ ഉണ്ടായിട്ടും പെൺമക്കളെ പഠിപ്പിക്കാതെ കല്യാണം കഴിപ്പിച്ച് അയച്ചിരുന്ന ഒരു കാലത്ത് നിന്നൊക്കെ മാറി ഇന്ന് നമ്മുടെ മക്കൾ ഉക്രൈനിലടക്കം പഠനയിലെ നമ്മുടെ മക്കൾ MBBS പഠിക്കാൻ വിദേശത്തേക്ക് ഉക്രൈനിലടക്കം പോയിട്ട് പഠിച്ചിട്ട് ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെ ആയിട്ട് വരുമ്പോൾ അതാണ് കാലത്തിന്റെ മാറ്റം. ചെയർമാൻ PK അബ്ദുൾ റഹിമാൻ ഹാജി അധ്യക്ഷത വഹിച്ചു. ഹാഫിൽ ഉമറുൽ ഫാറൂഖ് യൂനുസ് ഖിറാഅത്ത് നടത്തി. ചാരിറ്റി കൺവീനർ പടന്ന മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം മുഖ്യപ്രഭാഷണം നടത്തി. വർക്കിംഗ് കൺവീനർ PV മുഹമ്മദ് കുഞ്ഞി ഹാജി, PN ഹമീദ് ഹാജി, PK മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ, PP റസാഖ് ഹാജി, PV സലാം ഹാജി, PM യൂനുസ് ഹാജി, TP മുഹമ്മദ് കുഞ്ഞി, PK നഫീസത്ത്, PP സിദ്ദിഖ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പെരിയ ശ്രീശൈലം ദേവി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് സമൂഹശ്രീ മഹാലളിത സഹസ്രനാമാവലി ഹോമം നടന്നു. ഓം ശ്രീ മഠത്തിലെ മഹാമണ്ഡലേശ്വർ സ്വാമി ഓം ശ്രീ വിദ്യാനന്ദ സരസ്വതിയുടെയും ഓം ശ്രീ മഠാധിപതി മാതാശ്രീ ഓം ശ്രീ ശിവജ്ഞാനമയി സരസ്വതിയുടെയും കാർമ്മികത്വത്തിലാണ് കലശപൂജ നടന്നത്. അദ്വൈത സിദ്ധാന്തം ശ്രീ വിദ്യാ സമ്പ്രദായം ഋഷി പരമ്പര അനുസരിച്ച് സനാതന ധർമ്മ സംരക്ഷണാർത്ഥം ഭാരതത്തിലുടനീളം പ്രവർത്തിച്ചു വരുന്ന ഓം ശ്രീ മഠത്തിന്റെ മൂലക്ഷേത്രമായ പെരിയ ശ്രീശൈലം ക്ഷേത്രത്തിന്റെ 22ാം വാർഷിക ദിന മഹോത്സവം വിശേഷ കലശ ഹോമ പൂജാദികളോടെ നടന്നു. സമൂഹശ്രീ ലളിത സഹസ്രനാമാവലി ഹവനം ശ്രീചക്ര നവാവരണ ഹോമത്തിൽ നടത്തപ്പെട്ടു. ക്ഷേത്രതന്ത്രിയും അഖണ്ഡ ഭാരത സനാതന സന്ത് സമിതി ദേശീയ അധ്യക്ഷനുമായ ഓം ശ്രീ മഠത്തിലെ മഹാമണ്ഡലേശ്വർ സ്വാമി ഓം ശ്രീ വിദ്യാനന്ദ സരസ്വതിയുടെയും ഓം ശ്രീ മഠാധിപതി മാതാശ്രീ ഓം ശ്രീ ശിവജ്ഞാനമയി സരസ്വതിയുടെയും കാർമ്മികത്വത്തിലാണ് കലശപൂജ ഹവനങ്ങൾ നടന്നത്. ആത്മീയ രംഗത്തെ സമുന്നതരായ അഖണ്ഡ ഭാരത സനാതന സന്ത് സമിതി ദേശീയ ട്രഷറർ കന്യാന ശ്രീ മഹാബലേശ്വര സരസ്വതി സ്വാമിജി, സന്ത് സമിതി ദേശീയ ഉപാധ്യക്ഷനും കുശാൽ നഗര മഞ്ജുനാഥ ക്ഷേത്രം രാജേഷ് നാഥ് ഗുരുജി, സന്ത് സമിതി ദേശീയ ജനറൽ സെക്രട്ടറി ഹരിഹര തപസ്യ സംസ്ഥാനാധ്യക്ഷ കവിരാജ് ഗുരുജി, സന്ത് സമിതി ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി സ്വാമി നിശ്ചല നിരഞ്ജന ദേശീയ കേന്ദ്ര സ്വാമിജി, സന്ത് സമിതി കേരള പ്രദേശ് അധ്യക്ഷൻ വിശ്വ ബ്രഹ്മപീഠം ജഗദ്ഗുരു ശ്രീ ദണ്ഡി സ്വാമി, സാധു കൃഷ്ണാനന്ദ സരസ്വതി, സന്ത് സമിതി കർണാടക സംസ്ഥാന സെക്രട്ടറി ചിക്കമംഗ്ലൂർ കടൂർ ശ്രീ ഭദ്ര രാജ് സ്വാമിജി, സന്ത് സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുന്ദരേശ്വരാനന്ദഗിരി സരസ്വതി സ്വാമിജി, രാമഭദ്രാനന്ദ സരസ്വതി സ്വാമിജി എന്നിവർ പങ്കെടുത്തു. വിശേഷമായ ആഹൂതികൾ കൊണ്ട് ചക്രത്തിന്റെ പേര്, ചക്രത്തിന്റെ മൂലമ ബീജമന്ത്രം, ചക്രത്തിന്റെ ദേവത, ചക്രത്തിന്റെ യോഗിനി, ചക്രത്തിന് കൊടുക്കേണ്ട മുദ്ര, ഇതുകൊണ്ട് ചെയ്യുന്ന ഒരു വിശേഷ ക്രമമാണ് ശ്രീചക്ര നവാവരണ. ശ്രീചക്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ 108 യാഗങ്ങൾ ചെയ്യുന്നതും ശ്രീചക്രം ദർശിക്കുന്നതും ഒരേ ഗുണം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ യാഗം ചെയ്താൽ 330 ദേവതകളെയും നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് തുല്യമാണ് ഈ യാഗത്തിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോഴുള്ള ഗുണം. മണിക്കൂർ തുടർച്ചയായി ഭരതനാട്യം ചെയ്ത ഗോൾഡൻ ബുക്ക് ഓഫ് റെക്കോർഡ് കട്ട് 170 മണിക്കൂർ തുടർച്ചയായി ഭരതനാട്യം ചെയ്ത ഗോൾഡൻ ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയ മംഗലാപുരം രോമാന പിരാര നാട്യപ്രതിഭയായ പുല്ലൂർ പൂജാലക്ഷ്മി എന്നിവരുടെ നേതൃത്വത്തിൽ നൃത്യം അവതരിപ്പിച്ചു.
ഗുണദായിനി സർവശുഭകാരിണി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പാലിയേറ്റീവ് പരിചരണം കാലത്തിന്റെ ആവശ്യമെന്ന് പ്രമുഖ മാധ്യമപ്രവർത്തകൻ EV ജയകൃഷ്ണൻ പറഞ്ഞു. സ്നേഹം പാലിയേറ്റീവ് കെയർ സംഘടിപ്പിച്ച പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വർത്തമാനകാലത്ത് വ്യക്തികൾ അനുഭവിക്കുന്ന ആകുലതകൾക്ക് പരിഹാരം കാണാനാകില്ലെങ്കിലും അയവുണ്ടാക്കാൻ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് സാധ്യമാണെന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകൻ EV ജയകൃഷ്ണൻ പറഞ്ഞു. സ്നേഹം പാലിയേറ്റീവ് കെയർ സംഘടിപ്പിച്ച പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മൾ അതിനൊരു വിലയിടാൻ പറ്റില്ല. സാധന വരുന്നതിന് ഒരിക്കലും നമ്മൾ എന്തെങ്കിലും തരത്തിൽ പ്രവർത്തന രീതിയിലോ സാമ്പത്തികമായോ മറ്റേതെങ്കിലും സാമൂഹിക പശ്ചാത്തലത്തിലോ ഒരു വിലയിട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സംവിധാനമാണ് അത്. സ്വാതന്ത്ര്യ പരിചയത്തിന് മാത്രമേ ഉള്ളൂ എന്നാലും ബാക്കി എല്ലാത്തിനും ചികിത്സയായാലും നമ്മൾ എന്തെങ്കിലും സ്നേഹവായ്പ നൽകുന്നതായാലും അങ്ങനെ എന്തായാലും അതിനൊക്കെ ഒരു തലമുണ്ട്. പക്ഷെ ഇതിന് എത്രമാത്രമാണ് ഇതിൻ്റെ ആഴം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടെന്നാൽ ഈ കിടപ്പ് രോഗികളൊക്കെ ഉണ്ടല്ലോ, അവരെ ഇങ്ങനെ എല്ലാം ഇനി എന്ത് എന്നൊരു ചോദ്യചിഹ്നവുമായി അവരവിടെ കടക്കാണ്. ഇനി ഒന്നുമില്ല. അവർക്ക് ഇനിയിപ്പോൾ ലൈഫിൻ്റെ ലാസ്റ്റ് പോയിന്റിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ സ്നേഹവായ്പ അവിടെ എത്തുന്നത്. അപ്പോൾ അത് എത്രമാത്രം അവരുടെ ഹൃദയത്തിലേക്ക് പതിയും എന്നുള്ളതുകൊണ്ടാണ് അതിന് വിലയിടാൻ പറ്റില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടേഴ്സ് ഡേക്ക് ഒരു സ്റ്റോറി കൊടുത്തിട്ടുണ്ടായിരുന്നു. പരിമളത്തിലെ ഡോക്ടർമാർ, നിങ്ങൾ വായിച്ചിട്ടുണ്ടോ അറിയില്ല. പാലിയേറ്റീവ് സെന്റർ ചെയർമാൻ KP കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി V മാധവൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. C കൃഷ്ണകുമാർ, സതി എരമം, ബാലൻ കുന്നുമ്മൽ, AM ജോർജ്, റഹ്മാൻ അമ്പലത്തറ, ഉപേന്ദ്രൻ, N അമ്പാടി, നാരായണൻ, രതീഷ് അമ്പലത്തറ, വേണുഗോപാൽ, ഗോപൻ, വർഷ, ഇന്ദു, നയന, പ്രസീത, K സുമതി, പുഷ്പ എന്നിവർ സംസാരിച്ചു. PS സരിത സ്വാഗതവും സുരമ്യ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാർഷിക കർഷക ക്ഷേമ വകുപ്പും ആത്മയും തൃക്കരിപ്പൂർ പഞ്ചായത്ത് കൃഷിഭവനും ചേർന്ന് പ്രകൃതി കൃഷി പദ്ധതിയിൽ കർഷകർക്ക് മാർഗനിർദ്ദേശങ്ങളും പിലിക്കോട് ഉത്തരമേഖല കാർഷിക കേന്ദ്രത്തിൽ പരിശീലനവും നൽകി. കാർഷിക ഗവേഷണ കേന്ദ്രം റിട്ടയർഡ് അസോസിയേഷൻ ഡയറക്ടർ ഡോക്ടർ T വനജ ഉദ്ഘാടനം ചെയ്തു. വ്യത്യസ്ത ഇനം കൃഷികൾ ചെയ്യുന്ന കർഷകർക്ക് പ്രകൃതി കൃഷി പദ്ധതിയിൽ മാർഗനിർദ്ദേശങ്ങൾ നൽകുക മാത്രമല്ല, ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ നെല്ലുൾപ്പെടെയുള്ള കൃഷിയുടെ സന്ദർശനവും പരിശീലനത്തിന്റെ ഭാഗമായി നടത്തി. കാർഷിക ഗവേഷണ കേന്ദ്രം റിട്ടയർഡ് അസോസിയേഷൻ ഡയറക്ടർ ഡോക്ടർ T വനജ ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ കൃഷി ഓഫീസർ A രചന അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ നിഷ ലക്ഷ്മി, അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പാർവതി ശശിധരൻ എന്നിവർ ക്ലാസുകൾ എടുത്തു. അസിസ്റ്റന്റ് കൃഷി ഓഫീസർ EP ഉഷ, ആത്മ ബ്ലോക്ക് ടെക്നിക്കൽ അസിസ്റ്റന്റ് K സജിത്ത് എന്നിവർ നേതൃത്വം നൽകി. അതായത് 6 മാസം ചക്കയും മാങ്ങും അതും പിന്നെ അങ്ങനെ ഇങ്ങനെ എന്നല്ലേ അതന്നെ. അത് ട്രഡീഷണൽ വേ ആണ്. അത് തള്ളിക്കളയേണ്ട സംഭവമല്ല, നമ്മളെ കുട്ടികളെ പഠിപ്പിക്കേണ്ടതാണ്. ഇപ്പൊ ഇവിടെ ഈ ഒരു ക്ലാസ് ശരിക്കും പറഞ്ഞാൽ കുറേ കൂടെ യങ് ജനറേഷനും കൂടെ പഠിപ്പിക്കണം. മനസ്സിലായില്ലേ? ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരുന്നുണ്ടാവും. ഇപ്പൊ ഒരു യങ് യൂത്തിനെയും കൂടെ ഒക്കെ കഴിഞ്ഞാല് യഥാർത്ഥത്തില് ഒരു വീട്ടില് ഒരു അമ്മൂമ്മ അല്ലെങ്കിൽ അച്ചാച്ചനൊക്കെ ഉള്ള അവര് പറയുന്നത് കേൾക്കുക തന്നെ ഒരു വലിയ ക്ലാസ്സാണ്. അതൊക്കെ അവര് കുട്ടികളെ പഠിപ്പിക്കും. കുട്ടികള് ശരിക്കും പറഞ്ഞാൽ അച്ഛനമ്മമാരെ പറയാ, കുട്ടികളോട് പറയണം. കുട്ടികളോട് പറഞ്ഞ് കേൾക്കുന്നില്ല എന്ന് അവര് പറയാം. മനസ്സിലായ? എന്നോട് പറയുമ്പോൾ അവർ കേൾക്കേണ്ട. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ 9 വയസ്സുകാരൻ ശസ്ത്രക്രിയക്കിടെ മരിച്ചു. ബേടകം തലേക്കുന്ന് അഷ്റഫ് മുസ്ലിയാരുടെ മകൻ മുഹമ്മദ് ഇയാസാണ് മരിച്ചത്. കാസർഗോഡ് പൈവളികെ കുരുടപ്പദവിൽ ദമ്പതികൾ ക്ഷേത്ര ദർശനത്തിന് പോയ സമയത്ത് വൻ കവർച്ച. മഞ്ചേശ്വരം പോലീസ് അന്വേഷണം തുടങ്ങി. അവിശ്വാസ പ്രമേയത്തിലൂടെ ഉദുമ പഞ്ചായത്ത് നഷ്ടമായി. LDFന് കാസർഗോഡ് ജില്ലയിൽ ഇനി ഭരണം 14 പഞ്ചായത്തുകളിൽ മാത്രം. ബാലാവകാശ കമ്മീഷൻ സിറ്റിംഗ്. കാസർഗോഡ് ജില്ലയിൽ 20 പരാതികൾ തീർപ്പാക്കി.
വിദ്യാനഗറിൽ 2 ഗ്രാം MDMA-യുമായി യുവാവ് അറസ്റ്റിൽ. പൈക്ക പന്നിപ്പാറ ക്വാർട്ടേഴ്സിലെ മുഹമ്മദ് അഫീഫാണ് പിടിയിലായത്. ചെറുവത്തൂരിൽ ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ ആദ്യ സെമിഫൈനൽ ഫുട്ബോൾ പ്രേമികൾ കണ്ടത് കൂറ്റൻ LED വാളിൽ. കാൽപന്ത് കളി പ്രദർശനം ആവേശത്തിരയിളക്കി. PFRDA നിയമം പിൻവലിക്കണമെന്ന ആവശ്യം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒപ്പ് ശേഖരണം നടത്തി. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.